ഹലോ സാർ, സാർ ഇവിടെ പിന്നെ എത്തിയോ? ആണല്ലേ? പിന്നെ ഇത് നമ്മുടെ തർക്കാരിയല്ലേ? മെഗാബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിന്റെ കണ്ടന്റ് ആണ്. ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ഡിഷാണ് തർക്കാരി. അതാണ് ഞാൻ ഈ സാറിനോട് പേരിട്ട് വിളിക്കുന്നത്. ഇത് പത്മകുമാർ സാറാണ്, മാജിക് മൊമെന്റ്സിന്റെ ഒരു പ്രിയ സുഹൃത്താണ് ഇദ്ദേഹം. ആണല്ലേ? സാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഏതാ? ആണോ? സോ സാറിനെ നമ്മൾ എപ്പോഴും മാജിക് മൊമെന്റ്സ് ഇവിടെ വരുമ്പോൾ സാറും ഉണ്ടാവും. സോ മാജിക് മൊമെന്റ്സിന്റെ ഒരു ഹായ് ഹായ് തർക്കാരി. ഹായ് ഫ്രണ്ട്സ്, സുഖമാണോ? ഒരുപാട് കാലമായില്ലേ ഒരു സീരിയസ് കണ്ടന്റുമായിട്ട് വന്നിട്ട്. അപ്പോൾ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു ടീ ഷോപ്പ് കണ്ടിട്ട് ഒരു കണ്ടന്റ് എടുക്കാൻ തോന്നി. ഇത് കിളിപ്പാലത്താണ്, ട്രിവാൻഡ്രം കിളിപ്പാലത്തുള്ള മെഗാബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ഞങ്ങളെ മാജിക് മൊമെന്റ്സിൻ്റെ പ്രിയ സുഹൃത്തായ പത്മകുമാർ സാറിനെ കാണാനിടയായി. അദ്ദേഹം ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ എപ്പോഴും ഇവിടെ തന്നെ കാണും, തമ്പടിച്ചുകൊണ്ട്. PRS കുറേ എല്ലാ സ്റ്റാഫ്സും ഉച്ചയ്ക്ക് വരുന്നത് ഇവിടെയാണ്. വളരെ പ്രത്യേകതകളുള്ള ഒരുപാട് ഡിഷസ് ഉണ്ട് കേട്ടോ. ബനാന കേക്ക് ഉണ്ട്, ഞാൻ കഴിച്ച് എനിക്കിഷ്ടപ്പെട്ടൊരു ബനാന കേക്ക്. പിന്നെ ഞാൻ ഈ പറഞ്ഞ തർക്കാരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതൊരു ചിക്കൻ്റെ ഒരു ഡിഷാണ്. എന്ത് പറയാൻ, ചിക്കൻ സമോസ പോലെ ഇരിക്കും. ചിക്കൻ കൊണ്ടൊരു സമോസ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. ഓക്കെ, ഈ ഷോപ്പിൻ്റെ മറ്റു ചില പ്രത്യേകതകൾ, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. വളരെ നീറ്റ് ആൻഡ് വളരെ ഹൈജീനിക്കാണ് കേട്ടോ. എപ്പോൾ ഏത് സമയത്ത് പോയി നോക്കിയാലും നല്ല വൃത്തിയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്, ഒരു അന്തരീക്ഷമാണ്. നമുക്കവിടെ ഇരുന്ന് കഴിക്കാനും പിന്നെ സ്ഥിരമായിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്നത് കാരണം നമുക്കൊരുപാട് സൗഹൃദങ്ങൾ കിട്ടും. ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് കൊച്ചു വർത്താനം പറയാനും നമ്മളൊരു കൊച്ചു കുടുംബമായിട്ട് മാറുന്നതുകൊണ്ട് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും തലേന്ന് ദിവസവും അതിന് മുന്നത്തെ ദിവസവും ഒക്കെ കണ്ട ആൾക്കാർ വന്നു. അപ്പോൾ നമ്മൾ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് പിന്നെ ഒരു ഫാമിലിയിലിരുന്ന് ഇങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് പരിചയക്കാരാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. രാത്രി ഏകദേശം 11:30 മണി വരെ ഈ കട ഓപ്പൺ ആയിരിക്കും കേട്ടോ. നല്ല ഇഞ്ചി ചായ കിട്ടും ഇവിടെ കുടിച്ചിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇഞ്ചി ചായ, ഒരു കട്ടൻ ചായ. ആതിഥേയ മര്യാദ പ്രൊനൗൺസിയേഷൻ ശരിയാവണില്ല. ചെല്ലുമ്പോൾ തന്നെ കടയിലുള്ള ഷോപ്പിലുള്ള സ്റ്റാഫ് കാണിക്കുന്ന ഒരു സന്തോഷം, നമ്മൾ പോകുന്നതാണ് സന്തോഷം, വരുന്ന വർത്താനം പറയുന്നതാണ് സന്തോഷം എന്നുള്ള ഒരു പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ട്. എപ്പോഴും വീണ്ടും അവിടെ തന്നെ പോകാൻ തോന്നുന്നു. കാരണം അവിടെ പോകുമ്പോഴത്തേക്കും നമ്മളുടെ കുറേ സുഹൃത്തുക്കളുണ്ട്, കുറച്ച് സമയം കുറച്ച് വർത്താനൊക്കെ പറയാൻ കുറച്ച് ആൾക്കാരുണ്ട്, നോൺ ഫേസസ് അറിയാവുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് വീണ്ടും അവിടെ തന്നെ പോകാൻ പ്രേരിപ്പിക്കുന്നൊരു ഘടകമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇവിടെ പോയി നോക്കൂ. ഈ തർക്കാരി കുടുംബത്തിൻ്റെ അംഗമാവും. ഞാനൊരു തർക്കാരി ഫാമിലി എന്ന് പേരിട്ടു കേട്ടോ. നമ്മളുടെ ഒരു തർക്കാരി ഫാമിലിയാണത്.
എനിക്ക് തർക്കാരി എന്നുള്ള ആ ഒരു ഡിഷിൻ്റെ പേര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തർക്കാരി കൊള്ളല്ലേ, തർക്കാരി എന്നൊക്കെ പറഞ്ഞു പോലെ, തർക്കാരി നോക്രി എന്നൊക്കെ പറഞ്ഞൊരു തർക്കാരി ഡിഷാണിത്. അപ്പോൾ നിങ്ങളും അടുത്ത തവണ ഈ പരിസരങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത തവണ ഒരു ചായ കുടിക്കണം തോന്നുന്നു, അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കണം തോന്നുന്നു, അല്ലെങ്കിൽ ഒരു കേക്ക് കഴിക്കണം തോന്നുന്നു, ഒട്ടും ആലോചിക്കേണ്ട, ഇഞ്ചിച്ചായ മെഗാ ബൺസിലോട്ട് തന്നെ വിട്ടോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ബൈ. പിന്നെ ഇഞ്ചിച്ചായ കൊതിയന്മാർക്കും കൊതിച്ചുകൾക്കൊക്കെ ഞാനിത് തർക്കാരി ഷോപ്പ് ഡെഡിക്കേറ്റ് ചെയ്യാം. ഈ തർക്കാരി ഞാനിങ്ങ് എടുക്കുക.